ഞങ്ങള് ഇന്ന് വായിക്കുന്ന ഭാഗം ഞങ്ങൾക്ക് പ്രയോജനമാക്കി അങ്ങ് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈശ്വർത്താവിന്റെ നാമത്തിൽ തന്നെ അമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയ ഡോക്ടർ ആഷ്ലിയുടെ കാര്യം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കർത്താവ് ചില വാക്യങ്ങൾ എന്നെ ഓർപ്പിച്ചു. കാരണം നമുക്ക് പലപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരു ചെറുപ്പക്കാരനായിട്ടൊരു മകൻ, വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മകൻ, എന്താണ് കർത്താവ് അത് അനുവദിച്ചതെന്ന് ഉള്ളത്. ആ സമയത്ത് എനിക്ക് കുറച്ച് വാക്യങ്ങൾ ദൈവം എന്നെ ഓർപ്പിച്ചത്, അത് നിങ്ങൾക്കും പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ആക്ച്വലി ആ ഭാഗം ചിന്തിക്കാൻ തന്നെ എനിക്ക് കാരണമായി തീർന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകളാണ്. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രിയ ആഷ്ലിയുടെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഫുള്ളായിട്ട് 10 വർഷം ജീവിച്ചു, ഐ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ ഐ ലിവ് ഇങ്ങനെ എക്സാക്ട് വേർഡ്സ് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഐ ലിവ്ഡ് 10 years to the full. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റ് മണിയായിരുന്നു ഒരു ഭാര്യയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ. ഐ ലിവ് 10 years to the full. അത് കർത്താവ് എന്നെ ഒരു വാക്യം ഓർപ്പിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഉൽപ്പത്തി 25:8. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. ഇംഗ്ലീഷിലത് കുറച്ചുകൂടെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇംഗ്ലീഷിലെ വാക്യം കൂടെ ഞാൻ വായിക്കാം. Genesis 25:8. Abraham breathed his last and died in a ripe old age, an old man satisfied with life. Satisfied with life. ആ രീതിയിൽ ഒരു ഫുള്ളായിട്ടുള്ള ജീവിതം. ആർലീൻ പറഞ്ഞ പോലെ തന്നെ കർത്താവ്, ഞാൻ ഇന്നലെ വേറെ ഒരു സഹോദരനുമായിട്ട് ആക്ച്വലി ഇന്നലെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ആൻറ്റി എത്രയോ പേര് വയസ്സായി ഡിമെൻഷ്യ അടിച്ച് വല്ലാതെ ജീവിക്കുന്നു, എന്നാൽ ഈ ചെറുപ്പക്കാരൻ എന്താ ഇങ്ങനെ പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ. അപ്പം കർത്താവിന്റെ പ്രിയ മക്കളെ ആ ഫുൾ ലൈഫ് കർത്താവ് നോക്കുമ്പം അത് ജീവിച്ചു കഴിഞ്ഞു. ഞാൻ ആഷ്ലിയുടെ ഡീറ്റെയിൽ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ദൈവവചനം മാത്രം ഇപ്പൊ പറഞ്ഞിട്ട് വെക്കാം ഞാൻ ആഗ്രഹിക്കും. ഡീറ്റെയിൽ സാക്ഷ്യം നമ്മൾ ഒത്തിരി പ്രാവശ്യം ഗ്രൂപ്പ്സിലൊക്കെ പോസ്റ്റ് ചെയ്യും, എവിടെ നോക്കിയാലും അവൈലബിൾ. ആഷ്ലി നടിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും ഇപ്പൊ വരുമെന്ന്. അപ്പം അത്രയും സാറ്റിസ്ഫൈഡ് ലൈഫ് ജീവിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർത്താവ് ആ സമയമാകുമ്പോൾ വയസ്സ് നോക്കിയിട്ടല്ല, ആ ഒരു ജീവിതം നോക്കിയിട്ട് ആ കർത്താവ് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും പലപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് കർത്താവ് തന്നൊരു ചിന്ത, നമുക്ക് ആ കർത്താവ് രണ്ടാം വരവിനെ പറ്റി കർത്താവ് പറയുമ്പോഴൊരു വാക്യം പറയുന്നുണ്ട് 2 പത്രോസിൽ. ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് കർത്താവ് എന്താ വരാൻ താമസിക്കുന്നത്, കുറേ പേരൂടെ കർത്താവിനെ എങ്ങനെയെങ്കിലും അറിയണം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളെ എന്തുകൊണ്ടാണ് കർത്താവ് എടുക്കാത്തത്, കുറച്ചും കൂടെ നമ്മൾ സാങ്ക്ടിഫൈഡ് ആകാനുണ്ട്. കുറച്ചും കൂടെ നമ്മൾ കർത്താവ് അതിനൊരു അവസരം തരും. ഈ ലോകത്തിൽ വെച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ വിശദീകരിക്കപ്പെടുവാൻ കുറച്ചുകൂടെ ആ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് കർത്താവ് പിന്നെയും വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരെ ഓർത്താൽ അവരെങ്ങനെയെങ്കിലും കർത്താവിനെ അറിയണം. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ കർത്താവിനെ അറിയാത്ത പേരൻസ് ഉള്ള ഒരു ദാസിനെ പറ്റി ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പല പ്രാവശ്യം പല ഡേഞ്ചറിൽ കൂടെ പോയി, എന്നാലും ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു. കാരണം എന്താ, കുറച്ചും കൂടെ എങ്ങനെയെങ്കിലും അവർ കർത്താവിനെ അറിയണം, എങ്ങനെയെങ്കിലും കർത്താവിനെ അറിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് നാളും കൂടെ കർത്താവ് തരുക, എനിക്ക് കർത്താവെ അങ്ങേ പോലെ ആകാൻ. എന്നാൽ കർത്താവ് സാറ്റിസ്ഫൈഡ് വിത്ത് ഇയേഴ്സ് ആവുമ്പോൾ കർത്താവ് എടുക്കും. ഇനി അടുത്തൊരു വാക്യം വായിക്കുക. ഇത് പഴയ നിയമത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. പുതിയ നിയമത്തിൽ നമുക്കൊരു ഭാഗം എടുക്കാം. 2 തിമോത്തിയോസ് 4:6-7. ഞാൻ ആഷ്ലിയുടെ വേർപാട് അപ്പൊ തൊട്ട് എന്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ പോവായിരുന്നു. കർത്താവ് എനിക്കത് ക്രോഡീകരിച്ച് തന്ന ചില വാക്യങ്ങളാണ് വായിക്കുന്നത്.
2 തിമോത്തിയോസ് 4ന്റെ 6, 7. ഇത് പൗലോസിനെ പറ്റി, അബ്രഹാമിനെ പറ്റി നമ്മൾ വായിച്ചു. ഈ പുതിയ നിയമത്തിലെ പൗലോസിനെ പറ്റി വായിച്ചാൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ഒരു കാര്യം ആവുമ്പോഴാണ് കർത്താവ് വിളിക്കുന്നത്. ആഷ്ലിയുടെ ജീവിതം നോക്കിയാലും അങ്ങനെ തന്നെയാ. പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുമായിരുന്നു. ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് ഹിസ് ലൈഫ് വാസ് യൂസ്ഡ് ഫോർ ഗോഡ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റി. അത് പൗലോസ് പറയുന്ന പോലെ പറയാൻ പറ്റുന്ന ഒരു ചോദിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവ് നമുക്കും 2 തിമോത്തിയോസ് 4ന്റെ 6, 7. അതാ വായിക്കുന്നത്. 2 തിമോത്തിയോസ് 4ന്റെ 6, 7. അപ്പൊ കർത്താവ് നേരത്തെ വായിച്ചത് ജെനിസിസ് 25:8. അപ്പൊ ഈ 2 ആൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതം ആലോചിച്ച് കഴിഞ്ഞാൽ, ദേ ലിവ്ഡ് ദെയർ ഫുൾ ലൈഫ്. നമ്മളെ പറ്റിയും കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ലാസ്റ്റിൽ 2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതിനു മുമ്പ് ഈ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക. അപ്പം പൗലോസിനെ പറ്റി അങ്ങനെയാ. ഇനി കർത്താവിന്റെ സന്നിധിയിൽ ഇവരുടെ മരണം, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാ. 116 സങ്കീർത്തനം അതിന്റെ 15 വാക്യം, സാംസ് 116:15. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇംഗ്ലീഷിൽ പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻസ്. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. വിലയേറിയതാ കർത്താവിന്. നമ്മൾ ഈ ലൈഫ് ജീവിച്ച് കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുക. അവർക്ക് ആർക്കെങ്കിലും കർത്താവിൻ്റെ അടുത്തോട്ട് പോണോ, ഈ കാര്യം ചെയ്താൽ മതി. ഫുള്ളായിട്ട് നല്ല പോർ പൊരുതുക, വിശ്വാസം കാക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും തിരിഞ്ഞു നോക്കാം. വേർ ഡു വി സ്റ്റാൻഡ്? കർത്താവിന് നമ്മുടെ മരണം വിലയേറിയതായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ജീവിതം ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കർത്താവ് ഇന്ന് എന്നെ ശോധന ചെയ്ത് എന്നിലുള്ള അഴുക്ക് മനസ്സിലാക്കി തന്ന് അത് സാങ്ക്ടിഫൈ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ ചിന്തിക്കുവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശരിയാ, നമ്മൾ ഒരു നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ സാമിസ്റ്റ് 139 സങ്കീർത്തനത്തിൽ അവസാനം തന്നെത്താനെ ശോധന ചെയ്യുന്ന പോലെ, ആ ശോധന ചെയ്യുമ്പോഴാ കർത്താവിന്റെ വചനമാണ് കണ്ണാടിയിൽ നമ്മുടെ കുറവുകൾ മനസ്സിലാകുന്നത്. എന്നാൽ മാത്രമേ കർത്താവിന് ആ പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻസ്. നമുക്ക് റെവലേഷൻ, ഇതെല്ലാം കർത്താവിന്റെ സൈഡിൽ നിന്നുള്ള പറച്ചിലാണ്. റെവലേഷൻ 14 നമ്മളെ പറ്റി, റെവലേഷൻ 14:13. വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 13 വാക്യം. ഞാൻ ഈ വാക്യം നമുക്ക് അറിയാമെങ്കിൽ ഒരിക്കലൊരു മരണ ശുശ്രൂഷയിൽ ഇത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒത്തിരി കോരി തരിച്ചു എന്റെ ശരീരം. ദൈവം ഇങ്ങനെ ആകണമല്ലോ എന്റെ ജീവിതവും എന്ന്. റെവലേഷൻ, വെളിപ്പാട് 14ന്റെ 13. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന ആത്മാവ് പറയുന്നു. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. കർത്താവ് പറയും, അയ്യോ ഇനി മതി മക്കളെ, മതി മോളെ, മതി മോനെ, നീ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ചെയ്തു, ഇനി വിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കർത്താവാ തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. വാട്ട് എ ബ്ലെസ്. ഞാനത് ഏതോ ഒരു ദേവദാസന്റെ മരണ ശുശ്രൂഷയിൽ ഒരാൾ പ്രസംഗിച്ചപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, എന്ത് കറക്റ്റാ പറഞ്ഞതെന്ന്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളും എഗ്രി ചെയ്യും. ആ സഹോദരൻ, എനിക്കിപ്പോ ആരാന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, വാക്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അവരുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ട സമയം തീർച്ചയായിട്ടും ആയി. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്കും ഇല്ല. കർത്താവ് അത് കറക്റ്റായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. നേരത്തെ ആദ്യം നമ്മൾ വായിച്ച 2 ഭാഗത്ത് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. ഹി വാസ് സാറ്റിസ്ഫൈഡ്, ഹി ലിവ് ടു ദ ഫുൾ. ആർലീൻ അതാണ് ആഷ്ലിയെ പറ്റി പറഞ്ഞത്. ഷീ ഓൾസോ ലിവ് ടു ദ ഫുൾ എന്നാ പറഞ്ഞത്. എന്തൊരു വലിയ സാക്ഷ്യം. ഭാര്യ ഭർത്താവിനെ പറ്റി പറയുന്നത്, അതായത് ഒരു ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ചുമതലയും ചെയ്തു, ആ ഭാര്യയെ സന്തോഷിപ്പിച്ച് ജീവിച്ചു. അങ്ങനെ പലരും ആഷ്ലിയെ പറ്റി ഇങ്ങനെ ഓർക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതായത് ഒരു ഭാര്യയെ എങ്ങനെ നോക്കണമോ
അതെല്ലാം ആഷ്ലി ചെയ്തു തന്നു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ പലപ്പോഴും നോക്കിയാൽ ഒരു കുഞ്ഞ് അവന്റെ കയ്യിലുണ്ട്. എപ്പഴും ഇവിടെ പുള്ളിക്കാരി രണ്ടാമത് പ്രസവിച്ച് കിടന്നപ്പഴ് ഇച്ചിരി പ്രീ ടേം ലേബർ ആയത് കഴിഞ്ഞിട്ട് ഒട്ടനവധി വിശ്രമിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇച്ചിരി ബെറ്റർ ആയി കഴിഞ്ഞപ്പം അദ്ദേഹം എന്ത് ചെയ്തു, സമയം കളയണ്ട. തിരിച്ച് ജാർഖണ്ഡിലോട്ട് പോകുന്നതിന് മുമ്പേ മൂത്ത കുഞ്ഞ് 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ എടുത്ത് പുള്ളി കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള പല കോളേജസും വിസിറ്റ് ചെയ്തു. അതെനിക്കിപ്പഴും ചിന്തിക്കാൻ വയ്യ. 3 വയസ്സുള്ള കുഞ്ഞിന് പല ആവശ്യങ്ങളുണ്ട്. അത് മനസ്സിലാവത്തില്ല എല്ലാം യാത്രകളൊക്കെ അല്ലേ? വേണമെങ്കിൽ എത്തിയിരിക്കാം. എങ്ങനെ ഞാൻ ഈ കെഎസ്ആർടിസിയിലും ഒക്കെ യാത്ര ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്ത് കുഞ്ഞിന് വല്ല അസുഖം വരുവോ? എന്നൊക്കെ ഒത്തിരി ദൂരെയുള്ള കഴിഞ്ഞ 2024 കാര്യവാ ഞാൻ പറയുന്നത്. ഇത്രയും പനികളൊക്കെ ഉള്ള സമയത്ത്. മാത്രമല്ല കുഞ്ഞിനെ ഇടയ്ക്ക് വയറ്റീന്ന് പോണം, കുഞ്ഞിനെ കഴിയിപ്പിക്കണം. പലപ്പോഴും നമ്മള് ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യും? ചില കുടുംബങ്ങളിലാണെങ്കിൽ ഭാര്യമാര് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെ. ആഹാ ഹസ്ബൻഡ്സ് അത് ചെയ്യത്തില്ല. ഇങ്ങനൊന്നും ആഷ്‌ലി ചിന്തിച്ചില്ല. ആഷ്‌ലി എന്ത് ചിന്തിച്ചത്? എനിക്ക് ഈ ഉള്ള സമയം വേസ്റ്റ് ആക്കണ്ട. എല്ലാ മെഡിക്കൽ കോളേജിലെയും ഗ്രൂപ്പ്സ് ഒന്ന് കാണണം. ഞാൻ ഓർക്കുവായിരുന്നു ഞങ്ങടെ മകൻ അന്ന് നാഗർകോവിലില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. അവനെ കാണാൻ വേണ്ടി മാത്രം നാഗർകോവിൽ വരെ പോയി. ആ കുഞ്ഞിനെയും കൈവെച്ച് അവനെയും കൈവച്ചിട്ട് ആ കുഞ്ഞിനെയും കൈവച്ചിട്ട് ഫോട്ടോ മകന്റെ കൂടെ ഉണ്ട്. അപ്പൊ എത്രമാത്രം എന്നിട്ട് അവനോട് പറഞ്ഞൊരു വാക്ക്, "ഇറ്റ്സ് ഓൺലി വൺ ലൈഫ് ടു ബേൺ ഔട്ട് ഫോർ ക്രൈസ്റ്റ്. ടു ബേൺ ഔട്ട് ഫോർ ക്രൈസ്റ്റ്." ഇല്ലാതാവുക. ബേൺ ഔട്ട് ഫോർ ക്രൈസ്റ്റ്. അത് ആഷ്‌ലി എന്ന് പറഞ്ഞപ്പം ഞാൻ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കും, "ഓ! എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശരിയായതിനു ശേഷം ഞാൻ കർത്താവിനെ സേവിക്കാം." അങ്ങനെയല്ല. അങ്ങനെ നമുക്ക് ആർക്കും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ കൂടെ തന്നെ നമുക്ക് കർത്താവിനെ സേവിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞിനെ എടുത്തോണ്ട് യാത്ര ചെയ്ത് പലപ്പോഴും ഒരു കുഞ്ഞ് കയ്യിലുണ്ട്. 2 പേരും കൂടെ ഉള്ളപ്പോഴും ഒരു കുഞ്ഞ് എപ്പഴും ഇളയ കുഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. വെ ഇവിടെ ആദ്യത്തെ ഭാഗം നമ്മളങ്ങനെ വായിച്ചു. രണ്ടാമത് പൗലോസ് പറഞ്ഞു. മൂന്നാമത് നമ്മൾ വായിച്ചത് "പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിന്റ്സ്." ഇങ്ങനെ ഒരു മകന് നാലാമത് നമ്മൾ വായിച്ച വെളിപ്പാടിൽ 14-ന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. 1, 2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 68-5. സങ്കീർത്തനം 68 5 വാക്യം. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അനാഥന്മാർക്ക് ഫാദർ ഓഫ് ദ ഫാദർലെസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫാദർ ഓഫ് ദ ഫാദർലെസ്. കർത്താവ് നമ്മളെപ്പോഴും ചോദിക്കും, ഓക്കെ ആഷ്ലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇനി ആർലിന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം എങ്ങനെയാ? അവരെങ്ങനെ ഇതിൽ കൂടി കടന്നു പോകും? കർത്താവ് പറയുവാ, ഐ ആം എ ഫാദർ ഓഫ് ദ ഫാദർലെസ്. അപ്പനില്ലാത്തവർക്ക് ഞാനൊരു പിതാവാ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഫാദർ ഓഫ് ദ ഫാദർലെസ് ഇങ്ങനെ ആർലിനെയും കേലബിനെയും മേബലിനെയും തീർച്ചയായിട്ടും നോക്കും. ഞാന് ഒരു സഹോദരൻ ഈയിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, "എനിക്കറിയുന്ന ഒരു മകനാ. ആന്റി ഞാൻ തീരുമാനിച്ചു ഈ 2 കുഞ്ഞുങ്ങളുടെയും പഠിത്തത്തിന്റെ കാര്യം മേബലിന്റെയും കേലുവിന്റെയും അവരുടെ 12ാം ക്ലാസ് വരെ 2 പേരുടെയും പഠിത്തത്തിന്റെ കാര്യം ഞാൻ നോക്കാമെന്ന് തീരുമാനിച്ചു." ഞങ്ങൾ അതിശയിച്ചു പോയി. അത് ഞാൻ ആർലിനെ അറിയിച്ചു. എന്ത് ഫാദർ ഓഫ് ദ ഒരു ഫാദർ ചെയ്യേണ്ട ജോലിയല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവരുടെ പഠിത്തത്തിന്റെ ഫീസ് അടയ്ക്കുകയും കാര്യങ്ങൾ നോക്കിയ ഫാദറിന്റെ ജോലിയാ. കർത്താവ് അത് ഏറ്റെടുത്തു. ഓൾറെഡി ഒരു ഫാദറിനും പറയാൻ പറ്റില്ല ഉറപ്പായിട്ടും 12ാം ക്ലാസ് വരെ ഞാൻ നോക്കാമെന്ന്. പക്ഷേ ഇറ്റേണൽ ഫാദറിന് പറയാൻ പറ്റും. ഞാൻ നോക്കാമെന്ന്. അദ്ദേഹം ആഹ് ഫ ആഹ് ഈ ഈ ഈ ഇങ്ങനെ പറഞ്ഞ ആളിന് അങ്ങനെ തോന്നിപ്പിച്ചത് കർത്താവല്ലേ. ഫാദർ ഓഫ് ദ ഫാദർലെസ്. കർത്താവ് അത് നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നമ്മളോട് പറയുവാ. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊള്ളാം. ഫാദർ ഓഫ് ദ ഫാദർലെസ്. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. കർത്താവ് എങ്ങനെയാ ജോൺ 16:18 അതും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യോഹന്നാൻ 16:18. നമ്മളിനി ഒത്തിരി അവരെപ്പറ്റി ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖിക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. നമുക്ക് ഈ വചനം പറഞ്ഞ് നമ്മളെ തന്നെ വചനങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുകയും നമ്മളെ അവർക്ക് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി വിക്ടോറിയസ് ആയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യോഹന്നാൻ 16:18 ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ വിട്ടു പോകുന്ന സാഹചര്യത്തിലാ പറയുന്നത്.
കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് സോറി. യോഹന്നാൻ 16:18 ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ് അങ്ങനെയാ അത് ഇംഗ്ലീഷിൽ വരുന്നത്. ജോൺ 16 ജോൺ 16 ഓക്കെ. അപ്പൊ ജോൺ 14 ആയിരിക്കും. അതെ, ജോൺ 14 സോറി. യോഹന്നാൻ 14:18 അതിനകത്ത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇതിന്റെ കിങ് ജെയിംസ് വേർഷനില് ഐ വിൽ ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. അപ്പൊ അതായത് കംഫർട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആക്ച്വലി ആർലീനും കുടുംബവും അങ്ങനെയാ ഇരിക്കുന്നത്, കുഞ്ഞുങ്ങളും. പക്ഷെ കർത്താവ് പറയുവാ ഐ വിൽ നോട്ട് ലീവ് യു. വേറെ വേർഷൻസിൽ ഓർഫൻസ് എന്നാ, പക്ഷെ കിങ് ജെയിംസ് വേർഷനിൽ ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ് എന്നാ. അതായത് കംഫർട്ട് ഇല്ലാതെ ഞാൻ നിങ്ങളെ വിടത്തില്ല. അതെന്തൊരു വലിയ അത് കർത്താവ് അത് പറഞ്ഞെങ്കിൽ നമുക്കതങ്ങ് വിശ്വസിക്കാം. ആ കുഞ്ഞ് അവരെ ഓർത്ത് നമ്മള് തീർച്ചയായിട്ടും നമുക്ക് സങ്കടമുണ്ട്. എന്നാലും നമുക്ക് ആശ്വാസം കൈക്കൊള്ളാം. കർത്താവ് പറയുവാ ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. കർത്താവിന്റെ സെപ്പറേഷനില് ശിഷ്യന്മാര് കംഫർട്ട് ഇല്ലാതെ പോകുന്ന കർത്താവിനറിയാം. ആ സിറ്റുവേഷൻ വെച്ചാ കർത്താവ് പറയുന്നത്. കർത്താവിന്റെ സെപ്പറേഷനില് അത് കർത്താവ് പറയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭർത്താവിന്റെ സെപ്പറേഷനില് കർത്താവ് അത് എത്രമാത്രം ഉറപ്പോടെ പറയും. ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. ഒരിക്കലും കംഫർട്ട് ഇല്ലാതെ കർത്താവ് വിടത്തില്ല. അതുകൊണ്ട് നമുക്ക് അവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഒരു കംഫർട്ട്ലെസ് നമ്മളാവരുത്. കർത്താവ് അവരെ കംഫർട്ട്ലെസ് ആയിട്ട് വിടത്തില്ല. കർത്താവ് ചെയ്യും. ഹോളി സ്പിരിറ്റിനെ കർത്താവ് അയച്ചു. അവ ഈ ശിഷ്യന്മാരുടെ കംഫർട്ടിന് വേണ്ടി. അതേ ഹോളി സ്പിരിറ്റിനെ കർത്താവ് അയച്ച് കംഫർട്ട് ചെയ്യും. കർത്താവിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ നീഡ്സും കർത്താവ് ചെയ്യുകയും ചെയ്യും. യെശയ്യാവ് 45 ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവ് 45 45 19 സോറി, ഞാൻ എഴുതി വെച്ച വാക്യം അതല്ല. ഇതിനകത്ത് ഞാൻ യെശയ്യാ 40 ആ ആ വേഴ്സ് ഇങ്ങനെയാ. ചമച്ചവന് അതായത് ഒരു പോട്ടറിനോട് കുശവനോട് ചോദിക്കാൻ പറ്റുമോ എന്താ നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന്? എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അധികാരമില്ല. സൃഷ്ടിച്ചവനോട് നമുക്കത് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. വിൽ ദ പോട്ട് ആസ്ക് ഐസയ 45 വേഴ്സ് നിങ്ങളത് പിന്നെ നോക്കിയാൽ മതി. നമുക്കത് ചോദിക്കാനായിട്ട് അധികാരം ഇല്ലെന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. പോട്ടിന് 9 തന്നെയാ. 45:9 അതൊന്ന് വായിക്കാം. 45:9 രണ്ടാമത്തെ ലൈന്. തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. തന്നെ നിർമ്മിച്ച അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ് നീ എന്ത് ഉണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈപ്പണി ഇല്ല എന്നും പറയുമോ? വിൽ ദ ക്ലേ ആസ്ക് ദ പോട്ടർ. അപ്പൊ നമുക്ക് ആക്ച്വലി കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അധികാരം ഇല്ലതാനും. കാരണം കർത്താവിനറിയാം കർത്താവ് എന്തോ ചെയ്യുന്നെന്ന്. ഇപ്പൊ തന്നെ ഞങ്ങള് കേൾക്കുമായിരുന്നു. ആ സ്ഥലത്തോട്ട് തന്നെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 15 പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ഡോക്ടേഴ്സ് ആയവര് അത് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിൽ ഓൾറെഡി കർത്താവിനെ അറിയാത്ത 2 ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു അവര് കമ്മിറ്റഡ് ആയി. അവരുടെ പഠിത്തം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോകാമെന്ന്. കർത്താവ് ആക്ച്വലി ഒരു മരണം കൊണ്ട് ഇംപാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് വരെ എനിക്ക് തന്നെ എനിക്ക് എനിക്ക് എന്നെ എൻകറേജ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആ ടെസ്റ്റിമണി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കേക്ക് വന്നപ്പോ ഒരാള് ഈ ആഷ്ലി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോ കർത്താവിനെ അറിയാത്തൊരു മകനായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അവന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയുമായിരുന്നു, ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം മീറ്റിങ്ങിന് വിളിച്ചു. പക്ഷെ ഭയങ്കര സ്ലിപ്പറി ആയിട്ട് വരത്തില്ല മീറ്റിംഗ്. എത്ര വിളിച്ചാലും വരത്തില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴാ എങ്ങനെയോ വന്നത്. സെക്കൻഡ് ഇയർ ആയി വന്നപ്പോഴ് ആഷ്ലി രക്ഷിക്കപ്പെട്ടു. ആഷ്ലി യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അന്ന് തൊട്ടൊരു നോ ടേണിംഗ് ബാക്ക് ആഷ്ലിയുടെ ജീവിതം. അപ്പൊ ഞാൻ ചിന്തിച്ചു, പലപ്പോഴും പലരെയും മീറ്റിംഗിന് വിളിക്കുമ്പോഴ് വന്നില്ലെങ്കില് വിഷമിക്കണ്ട. അത് കണ്ടിന്യൂ ചെയ്ത് വിളിക്കുക, കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്യുക. കർത്താവും അവരെ കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിയുമ്പോഴ്
പിന്നെ അവർ നോ ടേണിംഗ് ബാക്ക് ആയിട്ട് ആഷ്ലിയുടെ പോലെ ആകാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം എനിക്ക് എൻകറേജ്‌മെന്റ്. അപ്പൊ ആക്ച്വലി കർത്താവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങളുടെ അയൽവാസി ഒരു സഹോദരൻ ആഹ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡോറാ. കർ ക്യാൻസർ ആയിരുന്നു. മരിക്കുന്നതിന് 1 മാസം മുമ്പ് അദ്ദേഹം കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അപ്പൊ ഞങ്ങള് ആ ദിവസങ്ങളിലൊക്കെ ചേർച്ചായിട്ട് പ്രാർത്ഥിക്കുവാ. അദ്ദേഹം കർത്താവിനെ അറിയണം, കർത്താവിനെ അറിയണം. അവര് ആർസിസിയില് ട്രീറ്റ്മെന്റും എടുക്കുന്നുണ്ടായിരുന്നു റീജിയണൽ ക്യാൻസർ സെന്ററില്. പക്ഷേ അപ്പം പുള്ളി കർത്താവിനെ അറിഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ വന്ന പലരോടും കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങി. അദ്ദേഹം ഒരു ഒരു സ് സഹ കള്ളുകുടിയനോട് പറഞ്ഞ വാക്കാ ഇത്. "ഇനി നീ കള്ള് കുടിക്കാൻ പോകരുത്. ഇനി കർത്താവിനെ വിശ്വസിക്കണമെന്ന്." കർത്താവിനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കുടുംബത്തീന്ന് പറഞ്ഞതാ. അപ്പൊ നമ്മൾ വിചാരിച്ചു തീർച്ചയായിട്ടും ഇദ്ദേഹം ജീവിച്ചു കഴിഞ്ഞാൽ അനേകര് കർത്താവിനെ അറിയുമല്ലോ. കർത്താവെ എങ്ങനെയെങ്കിലും ജീവിക്കണേന്ന്. പക്ഷെ ആക്ച്വലി കർത്താവിന്റെ ഈ രീതിയിൽ തന്നെ കർത്താവ് ആഷ്‌ലിയുടെ പോലെ തന്നെ അദ്ദേഹത്തെ കർത്താവിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. കൊണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ മരണത്തില് ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ എപ്പഴും ആഗ്രഹിക്കുമായിരുന്നു, ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും കർത്താവിനെ ഒന്ന് കേൾക്കണംന്ന്. ആക്ച്വലി ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും വന്നു. അവരെല്ലാം കർത്താവിനെ പറ്റി കേൾക്കാനും ഇടയായി. മാത്രമല്ല കർത്താവിനെ ആ പ്രിയദാസന്റെ മരണത്തില് ആ ഭാര്യ എങ്ങനെ ആശ്വാസം കണ്ടെത്തിയെന്ന് ഒരു വല്യ ഒരു വലിയൊരു ടെസ്റ്റിമണി ആയിട്ട് തീർന്നു. ഞാനപ്പോ ചിന്തിച്ചു, നമ്മള് ചിലപ്പോ അദ്ദേഹം ജീവിച്ചായിരുന്നെങ്കില്, സുഖം പ്രാപിച്ചായിരുന്നെങ്കില്, ആൾക്കാരെല്ലാം പറഞ്ഞേനെ, "ഓ നിങ്ങളെന്തുവാ പറയുന്നത് സുഖം പ്രാപിച്ചെന്ന്. ആർസിസിയിലെ ട്രീറ്റ്മെന്റ് കൊണ്ടാ സുഖമായത്." അതോടെ തീർന്നേനെ. പക്ഷെ മരണക്കിടക്കയിൽ വെച്ചിട്ട് അനേകർക്കൊരു സാക്ഷ്യമായിട്ട് ആ മരണം തീർന്നു. കർത്താവ് ഹി നോസ് വാട്ട് ഹി ഈസ് അബൌട്ട്. ഹി നോസ് നമുക്ക് ക്വെസ്ത്യൻ ചെയ്യാൻ അധികാരമില്ല. നമുക്ക് ഇത്രയും ചിന്തിക്കാം. എസ്പെഷ്യലി കർത്താവിന് വേണ്ടി ജീവിച്ച ആൾക്കാര് അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടാ കർത്താവ് അവരുടെ ജീവിതം തീർത്തത്. മാത്രമല്ല നല്ല പോർ പൊരുതാൻ അവരെ സഹായിച്ചു. കർത്താവ് കംഫർട്ട്ലെസ് ആയിട്ട് വിടത്തില്ല. കർത്താവ് അവരുടെ കൂടെ ഉണ്ട്. നമുക്ക് ആ ക്വെസ്ത്യൻ ചോദിക്കാൻ അധികാരമില്ല. കർത്താവ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. കർത്താവ് ഈ മരണത്തിൽ കൂടി അവരുടെ പ്രവൃത്തികൾ അവരെ തുടരുമെന്നാ പറഞ്ഞത്. അത് തന്നെയാ ആഷ്ലിയുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജീവിച്ചിരിക്കുന്ന നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഈ കർത്താവിനെ നമുക്ക് എത്ര പേരോട് എങ്ങനെ നമുക്ക് സാക്ഷീകരിക്കാൻ പറ്റും? കാരണം പിന്നെ നമ്മളെ എപ്പഴാ കർത്താവ് വിളിക്കുന്നത് നമുക്കത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റും ഒരു ടെസ്റ്റിമണി ആയിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, ആഷ്ലിൻ ആഷ്ലി ആർലീന് വേണ്ടി എങ്ങനെ ചെയ്തു? നമ്മുടെ കുടുംബത്തില് നമ്മുടെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ മക്കളോട് നമ്മൾ എങ്ങനെ ഇടപെടണം? നമുക്ക് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോണ്ടിയ സമയം വരുമ്പോൾ ഒരു ദുഃഖം വെച്ചിട്ട് അയ്യോ! എനിക്ക് ഇച്ചിരിം കൂടെ നല്ലായിട്ട് അവരോട് ബിഹേവ് ചെയ്യാമായിരുന്നു. നമ്മുടെ സംസാരത്തില് എന്നോട് തന്നെ പറയുമായിരുന്നു. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നെ? ചെറിയ പ്രയാസം വരുന്ന ഉടനെ തർക്കിക്കുവാണോ ചെയ്യുന്നത്? കർത്താവേ എനിക്ക് കൃപ തരണേ. എന്റെ മക്കളോട് വളരെ ഹമ്പിളായിട്ടും സോഫ്റ്റായിട്ടും ഇടപെടാൻ ഒരു രീതിയിലും ലാഷ് ഔട്ട് ചെയ്യാതെ എന്റെ പേരൻസിനോടും ആരോടായാലും എന്നോട് എതിർക്കുന്നവരോടാകട്ടെ, എന്നോട് തിന്മ ചെയ്യുന്നവരോടാകട്ടെ വളരെ സൂക്ഷിച്ച് എന്റെ നാക്കിനെ ഞാൻ സൂക്ഷിക്കണം എന്നുള്ള ഈ 2 കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. അതായത് ഒരു നിമിഷം പോലും ഇനി വേസ്റ്റ് ചെയ്യാനില്ല. കർത്താവിന് വേണ്ടി ജീവിക്കാൻ. 2, ഞാൻ എത്ര കെയർഫുള്ളായിട്ട് എസ്പെഷ്യലി എന്റെ വീട്ടിലുള്ളവരോട് ഇടപെടണം. ഈ 2 പാഠങ്ങളാണ് എനിക്ക് പഠിക്കാൻ ഇടയായത്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരു സഹോദരിക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങള് ഈ ആഷ്ലിയുടെ ലൈഫീന്ന് പഠിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാതൃകയാണ്. കർത്താവേ, ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്നു. കർത്താവ് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂന്ന് ഞങ്ങളുടെ ആഷ്ലിയുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ചു. തീർച്ചയായിട്ടും കംഫർട്ട്ലെസ് ആയിട്ട് ആർലിനെയും കുടുംബത്തെയും വിടത്തില്ലല്ലോ. കർത്താവ് ഓൾറെഡി അതെല്ലാം ചെയ്യാൻ തുടങ്ങിയല്ലോ. കംഫർട്ട് കൊടുക്കാൻ തുടങ്ങിയല്ലോ കർത്താവേ. താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറങ്ങാൻ സാധിച്ചുന്ന് പറഞ്ഞല്ലോ കർത്താവേ. അതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങള് ശേഷിച്ചിരിക്കുന്ന ഞങ്ങള് കർത്താവേ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കാട്ടിത്തന്നു കർത്താവേ. ഈ ചെറിയ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് ഞങ്ങള് ഹെൽപ്പ് അസ് ടു ടേക്ക് ലെസൺ ഫ്രം ഇറ്റ് ലോർഡ്. കർത്താവേ, മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാൻ അതേപോലെ തന്നെ കർത്താവേ ഞങ്ങൾ വളരെ സൗമ്യതയോടെയും കർത്താവെ വളരെ താഴ്മയോടെയും അന്യോന്യം കീഴ്പ്പെട്ടും കർത്താവെ സ്നേഹത്തിലും
കർത്താവേ ഐക്യതയിലും ജീവിക്കുവാൻ കുടുംബത്തിലും അതുപോലെ തന്നെ പുറത്തും കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.